ആലപ്പുഴ ജിംഖാന സിനിമ കണ്ടു. ഇതെൻ്റെ മാത്രം ഒപ്പീനിയനാണ്. മറ്റാർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ പടം എനിക്ക് അത്യാവശ്യം വർക്കായി. ഇതിലെ ചില കോമഡി സീനുകളൊക്കെ എനിക്ക് അത്യാവശ്യം വർക്കായി. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ ഈ പറയുന്ന പോലെ കുറച്ച് പേര് +2 എക്സാം തോൽക്കുന്നു. അവർ ഗ്രേസ് മാർക്ക് കിട്ടാൻ വേണ്ടി സ്പോർട്സ് കോട്ടയിൽ കയറി അങ്ങനെ കോളേജ് അഡ്മിഷന് വേണ്ടി അവർ ബോക്സിംഗ് സെലക്ട് ചെയ്യുന്നു. അതെന്തുകൊണ്ട് ബോക്സിംഗ് സെലക്ട് ചെയ്യുന്നു എന്നുള്ളതും ആ സിനിമയിൽ അവർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ അവരുടെ ട്രെയിനിങ്, അത് കഴിഞ്ഞുള്ള ഡിസ്ട്രിക്റ്റ്, അത് കഴിഞ്ഞ് സ്റ്റേറ്റ്, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇവരുടെ ആ ഒരു മാച്ചും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ ഇതിൽ മാച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് ഇതിലെ സെക്കൻഡ് ഹാഫോട് വരുമ്പോൾ ഇതിലെ ഈ പറയുന്നത് നമ്മൾ സെക്കൻഡ് ഹാഫിലാണ് ഈ പറയുന്ന സ്റ്റേറ്റ് ലെവൽ മാച്ചസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അവരുടെ ആ ഒരു മാച്ചും കാര്യങ്ങളും അതിൻ്റെ സിനിമാറ്റോഗ്രാഫി എൻ്റെ അമ്മ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പടങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിങ്ങിലൊക്കെ നമുക്ക് നല്ല ഗംഭീരമായിട്ട് ഇപ്പോൾ നല്ല പണി അറിയാവുന്നൊരു സിനിമാറ്റോഗ്രാഫറും നല്ല അടിപൊളി എഡിറ്റർ ഉണ്ടെങ്കിൽ ഉണ്ടല്ല ഇങ്ങനത്തെ സീനുകളൊക്കെ അടിപൊളിയാക്കാം. പെർഫോമൻസും ഡയറക്ഷനൊക്കെ ഉണ്ട്, എന്നാൽ പോലും അതോടൊപ്പം തന്നെ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റ്സും കൂടി നല്ല കട്ടൊക്കെ നിൽക്കണമെങ്കിൽ ഉണ്ടല്ല വേറെ ലെവലായിരിക്കും സ്ക്രീനിൽ കാണാൻ. ശരിക്കും അതുണ്ട്, നമുക്കത് നല്ല എൻജോയ് ചെയ്ത് കാണാം. പിന്നെ ഇതിലെ ഫൈറ്റ് സീക്വൻസസിനൊക്കെ പറ്റി പറയുമ്പോൾ ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ബോക്സിംഗ് ആണ് ഇതിൻ്റെ അകത്ത് ഉള്ള തീം. അപ്പോൾ അതിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ഈ പറയുന്ന പോലെ അടിച്ച് തെറിപ്പിച്ച് അങ്ങനത്തെ ടൈപ്പ് സാധനമൊന്നുമില്ല. ഒരു ബോക്സർ എങ്ങനെയാണോ ഫൈറ്റ് ചെയ്യുന്നത് അതുപോലെയൊക്കെ തന്നെയാണ് ഇതിലെ ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് പല ക്ലീഷകളെയും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമ. അതെന്തൊക്കെയാണ് ആ ക്ലീഷകൾ ബ്രേക്ക് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് സിനിമ കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇതിലെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിംഗ് ഒക്കെ നൈസ് എഡിറ്റിംഗ് ആയിരുന്നു, നല്ല സിനിമാറ്റോഗ്രാഫി ആയിരുന്നു. പ്രത്യേകിച്ച് നല്ല മാച്ച് സീക്വൻസും പെർഫോമൻസ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സിനിമയുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ പെർഫോമൻസ് ഭയങ്കര സംഭവമാണ്. കാരണം ഇതിൽ ഭയങ്കര ഒരു എഫേർട്ട് ഉണ്ട്. നമ്മൾ മറ്റ് സിനിമകളിൽ എഫേർട്ട് ഇല്ല എന്നല്ല, പക്ഷേ ഈ ഒരു സിനിമകളിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ബോക്സിംഗ് പടം ആകുമ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് മനസ്സിലാവും. കാരണം ഈ പറയുന്ന ഫിസിക്ക് ട്രാൻസ്ഫോം ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബോക്സിംഗ് സീക്വൻസ് ഒക്കെ ചെയ്യുന്നതൊക്കെ ആയിക്കോട്ടെ അത്യാവശ്യം എഫേർട്ട് ഉണ്ട്. നമുക്കിത് കാണുമ്പോൾ അത് മനസ്സിലാവും. കാരണം അവർ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറകെ. അതായത് ഇവരുടെ ബോഡി സെറ്റ് ചെയ്യാനും ഇവർ ബോക്സിംഗ് പഠിക്കാനും ഒക്കെ അത് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ ബോക്സിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് പെർഫോമൻസസ് ഞാൻ എടുത്ത് പറയാം. ഒന്ന് നെസ്ലിൻ്റെയും ഓഫ്കോഴ്സ് നെസ്ലിൻ്റെ പെർഫോമൻസസും ബാക്കിയുള്ള സംഗീത്, പിന്നെ മറ്റേ ഗണപതി, അങ്ങനെയുള്ള പിന്നെ ലുക്മാൻ, അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ പെർഫോമൻസസ് ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ അനഘയുടെ പെർഫോമൻസ്, അനഘ രവി എന്ന് തോന്നുന്ന നടിയുടെ പേരെന്ന് തോന്നുന്നു, മറ്റേ എന്താണ് നമ്മുടെ ന്യൂ നോർമൽ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച ആ നടി. പിന്നെ അതിപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അല്ല പഞ്ചാര പഞ്ച് എന്നുള്ള പാട്ടില്ലാത്തുള്ള ആ ഒരു ബോക്സിങ് സീക്വൻസസ് ഉണ്ട്. ശരിക്കും ആ പാട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവും. ഈ ഒരു പുള്ളിക്കാരത്തിയുടെ ആ ഒരു മാച്ചും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അത് ഗംഭീരമാണ്. പ്രത്യേകിച്ച് ചില മൂവ്മെൻറ്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് തിയേറ്ററിൽ. ഇത് കണ്ടു എനിക്ക് നല്ല രസമാണ് നിങ്ങളുടെ കണ്ടുകൊണ്ടിരിക്കുക ആ ഒരു ബോക്സിങ് സീക്വൻസസ്. മറ്റുള്ളവരുടെ പോലെ തന്നെ ഇതും എനിക്ക് ഭയങ്കര രസമാണ്. ഞാൻ നല്ല രസമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഫൈറ്റൊക്കെ ചെയ്യുമ്പോൾ ചില ആൾക്കാരൊക്കെ ഭയങ്കര ഇങ്ങനെ നിന്നിട്ട് ഫൈറ്റ് അല്ലേ, ഇതിൽ പക്ഷേ നല്ല രസമായിട്ട് ഇങ്ങനെ ലൈക്ക് നല്ല രസമാണ് അത് കണ്ടുപിടിക്കുക. ആ ഒരു ചെറിയൊരു ഇങ്ങനെ അത് നിങ്ങൾക്ക് ആ സീൻ കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ എന്താ പറയുക, ഇതിൽ വേറൊരു പെർഫോമൻസ് ഉണ്ട്. എനിക്ക് ആ പുള്ളിയുടെ പേരറിയില്ല, പക്ഷേ ഇതിൽ മറ്റേ സംഗീതിൻ്റെ കഥാപാത്രം ഒരാളുമായിട്ട് ബോക്സ് ചെയ്യുന്നുണ്ട്. ഇതിൽ വെച്ചാൽ എല്ലാവരുടെ പെർഫോമൻസസും കാണിക്കുന്നുണ്ട്, എല്ലാവരുടെ ബോക്സിങ് മാച്ചും കാണിക്കുന്നുണ്ട്. അല്ലാതെ ഒരാളുടെ മാത്രം കാണിച്ചിട്ട് ബാക്കിയുള്ളവരെ കാണിക്കാതിരിക്കുക എന്നല്ല, എല്ലാവരുടെയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവായ കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് സംഗീതിൻ്റെ കഥാപാത്രം ഒരാളുടെ ബോക്സ് ചെയ്യുമല്ലോ, ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ പെർഫോമൻസ് എൻ്റെ അമ്മേ, എനിക്കറിയില്ല പുള്ളി സത്യത്തിൽ ഒരു ബോക്സർ ഒറിജിനൽ ബോക്സർ ആണോ എന്ന് എനിക്ക് ഡൗട്ട് തോന്നുന്നു. കാര്യം അത്രയും ഗംഭീരമായിരുന്നു സത്യം പറഞ്ഞാൽ. എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ആ പുള്ളിയുടെ പെർഫോമൻസസൊക്കെ അതൊക്കെ നൈസ് ഒരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെന്താ പറയുക, അത്യാവശ്യം നല്ലൊരു പടമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചില സീനുകളിൽ എനിക്ക് ചെറുതായിട്ട് ഇതൊന്നും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ഓവറോൾ നോക്കിയാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു സിനിമയെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിനിമ കുട്ടികളുടെ ഒപ്പം പോയിരുന്ന നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ടൈപ്പ് പടമാണ് ഇത്. ഈ പറയുന്നതുകൊണ്ട് 7+ എന്താണ് സർട്ടിഫിക്കേഷനിലുള്ളത്. ഞങ്ങൾ കണ്ടത് 7+ എന്നാണ്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് സ്പോർട്സ് കോമഡി സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയോടെ പോയിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. ചില ആൾക്കാർ ആയിരിക്കും ഇത് ബോക്സിങ് ആയത് ഭയങ്കര ഇടിയും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് കുട്ടികളെ കൊണ്ട് കാണിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ കൂടെയൊക്കെ ഇരുന്നത് ഈ പറയുന്ന പോലെ ലൈക്ക് ഞാനിരുന്ന സീറ്റിൻ്റെ തൊട്ടടുത്തിരുന്നത് കൊച്ചുകുട്ടിയാണ്. 4, 5, 6 വയസ്സുള്ള കൊച്ചാണ് ഈ പറയുന്ന എൻ്റെ കൂടെ ഇരുന്നത്. ആ കുട്ടി നല്ല എൻജോയ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചെറുതായിട്ടേ കണ്ടുള്ളൂ, പക്ഷെ എന്നാലും പിള്ളേരൊക്കെ നല്ല എൻജോയ് ചെയ്യണുണ്ടായിരുന്നു ആ ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്ര ഉള്ള കേസ് എനിക്ക് പറയാൻ. നിങ്ങൾക്ക് ഈ സിനിമ എന്തായെന്നുള്ളത് നിങ്ങൾക്ക് ഈ പടം കണ്ടവരാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത്. സോ
താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ തത്ര ബെല്ലൈക്കൺ അമർത്താം. പുതിയ വീഡിയോ നിൽക്കും. ബൈ.